ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് 6:30 മുതൽ ഉച്ചയ്ക്ക് ഒരു 1 മണി വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ വന്നാൽ അവിടെ അടുപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകാനുണ്ടാവും കേട്ടോ. ഇവിടെ വൈകുന്നേരവും തീ കൂട്ടുന്നത് കൊണ്ട് അടുപ്പിൽ വെണ്ണീരൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് വാരി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടോ. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി വേണം ഓട്ടടക്കുള്ള അരി അരക്കാണ്ടേ. ഈ ടൈമിന് താത്തക്ക് ഇഷുവിനെ മദ്രസ് പറഞ്ഞേക്കാനുള്ള തിരക്കിലായി കേട്ടോ. അപ്പോൾ താത്ത ഇഷുവിനെ മദ്രസ് കൊണ്ടാക്കാൻ പോയാണ്. കൊണ്ടാക്കി വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് പണികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതാ നമ്മൾ ഓട്ടടക്കുള്ള അരിയൊക്കെ അവിടെ അരച്ച് റെഡിയായി വന്നു കിട്ടും. ഇനിയിപ്പോൾ തീ മൂട്ടി പിടിപ്പിക്കാനുണ്ട് കേട്ടോ. ഇത് കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിന് ഇത് ഏറ്റവും വലിയ ടാസ്ക് ആയെങ്കിലും ഇപ്പോൾ അത് എളുപ്പമായി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചെയ്ത് അത് റെഡിയായി വന്നേ. അപ്പോൾ ഞാൻ എന്താ ഓട്ടടക്കുള്ള ചട്ടി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. നല്ലോണം ഇരുന്ന് കുടിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇഷുവിന് സ്കൂളൊക്കെ പോകാനുള്ളത് കൊണ്ട് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവണം. ഓള് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊണ്ടുപോകില്ല, അതുകൊണ്ട് ലഞ്ച് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇരുന്ന് ചായ കുടിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാലി ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താത്ത ഇഷുവിന് മദ്രസിലൊക്കെ ആക്കി വന്നതിന് ശേഷം അവിടെ കറിയൊക്കെ വറവിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടടയൊക്കെ ഇവിടെ റെഡിയായി വന്നു കേട്ടോ. ഇനി ഓക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാനുള്ള ഓട്ടട താത്തപ്പം ലഞ്ച് ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓട്ടട ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ടിട്ടോ. ആ വെള്ളം തിളക്കുമ്പോഴേക്കും നമ്മളെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോളല്ലോ വിചാരിച്ചിട്ട് ചായക്കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്ന് കിട്ടും. പിന്നെ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകാനിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതും പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളൻ്റെ കോലം ഇതാണ് കേട്ടോ. പിന്നെ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഫുഡ് ഉണ്ടാക്കാനല്ല കേട്ടോ പ്രശ്നം, ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഈ പാത്രങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും വലിയ മടി കേട്ടോ. ഈ ഏരിയ ഇതുപോലെ ആക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഇത് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടെടുക്കാനാണ് കുറച്ച് പണിയുള്ള കാര്യം കേട്ടോ. പാത്രങ്ങളൊക്കെ എടുത്ത് സിങ്കിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ വേഗം പാത്രം കഴുകാൻ നിന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ മോൻ വന്നിങ്ങാണ്ട് എന്നെ വിളിക്കുന്നു ആക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അവനക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പാത്രം കഴുകാൻ നിന്ന് കേട്ടോ. എന്നാൽ പിന്നെ അവൻ കുറച്ച് നേരം അടങ്ങി നിന്നോളും. പൊതുവേ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ പണിയെടുക്കൽ. എനിക്ക് അധികം വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മക്കും എൻ്റെ നാത്തൂനൊക്കെ ഭയങ്കര സ്പീഡാണ്. കെട്ടിച്ച് ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഇവിടുത്തെ അമ്മച്ചിക്കും ഭയങ്കര സ്പീഡിൽ പണിയെടുക്കും കേട്ടോ. ഞാൻ അങ്ങനെയല്ലേ, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ പണിയെടുക്കൽ. പക്ഷേ ഇപ്പം പിന്നെ കുറച്ച് സ്പീഡാക്കി. മോനൊക്കെ ഉണ്ടായതിന് ശേഷം ഓൻ്റെ നൊലോളിയൊക്കെ ആകുന്നതിന് മുന്നേ ഓൻ അടങ്ങിയിരിക്കുമ്പോൾ വേഗം പണി തീർക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ടോ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും അതവിടെ ചോറൊക്കെ തളിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് നിന്ന് ഇറക്കുമ്പോൾ കറി വേഗം അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ മോരുകറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിനുള്ള ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നല്ല വെയിൽ വരുന്നുണ്ട്. ഇന്ന് 2 ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നല്ലോ. അപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങാനുള്ളത്, അത് വേഗം അയലുമലേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. അതിങ്ങനെ വെയിൽ കിട്ടുമ്പോഴല്ലേ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. പണി കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് ഇടാന്ന് വിചാരിച്ച് നിൽക്കാൻ നേരമില്ല കേട്ടോ. അപ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ മഴ പെയ്യും. അതുകൊണ്ട് തന്നെ ഞാനത് അരിയുന്നതിൻ്റെ ഇടയിൽ തന്നെ പാഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇട്ട് വെച്ചാണ് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി ഇങ്ങനെ അടുക്കളയ്ക്ക് വന്ന് ഞാൻ അരിഞ്ഞ് വെച്ചത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും ഈ മോരുകറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഗൾഫുള്ള ടൈമിന് ഞാനും കുറച്ച് അവിടെ പോയി നിന്നിന്. ആ ടൈമിനാണ് കേട്ടോ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനും മോരുകറി ഉണ്ടാക്കാനൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡ് ഗൾഫ് നിർത്തി വന്നതിന് ശേഷം അടുക്കളയിലേക്കൊന്നും അങ്ങനെ കയറൂലല്ലോ. അവരവിടെ ആകുമ്പോൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായി കഴിക്കുന്നത് കൊണ്ട് എല്ലാം അറിയാൻ കേട്ടോ. ഇപ്പോൾ നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ആയതുകൊണ്ട് ഒന്നും അറിയില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആദ്യം പഠിപ്പിച്ചു തന്ന ഹസ്ബൻഡ് എന്നോട് ഇതൊക്കെ എന്തിനാണ് അതിലിടുന്നത്, ഇതൊക്കെ ഇതിലിടേണ്ട ആവശ്യമുണ്ടോ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചോദിക്കും, നിങ്ങൾ തന്നെയല്ലേ എന്നോട് ഇതൊക്കെ ഇടാൻ ഇതിൽ പറഞ്ഞതന്നെ. പിന്നെ ഞാനത് മീനൊക്കെ മുറിച്ച് വന്നപ്പോഴേക്കും മോരുകറി ഏകദേശം അയക്കുന്നുണ്ട്. പിന്നെ ഞാനത് വേഗം വറവിടാമെന്ന് വിചാരിച്ചിട്ടോ. വറവിട്ട് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ വേണം മീനും പൊരിക്കാൻ. ഞാൻ അടുക്കളയിലെ പണിയൊക്കെ എടുക്കുമ്പോൾ അകത്ത് അടിച്ചു വാരി തുടക്കുന്നൊക്കെ താത്ത ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തെ പണിയും ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.